ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വീണ്ടും ട്രക്കിങ് തുടരുന്നു. അപ്പോൾ നമ്മൾ ആമപ്പാറ വ്യൂ പോയിന്റിന് ശേഷമുള്ള അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക്, അതായത് രാമക്കല്ലിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടെത്താം. ഓക്കെ, ഏതായാലും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള നേരമാണെങ്കിലും എല്ലാവരും മുന്നോട്ട് തന്നെ നടന്നു. ചെറിയ ഇടവഴികളിലൂടെയുള്ള യാത്രയായിരുന്നു. സത്യം പറയാലോ നല്ലൊരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള വഴികളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റും എല്ലാം വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു അത്. ഏതായാലും നമ്മളെ മുന്നോട്ട് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകൾ നമ്മളിവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഉച്ചയോട് അടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി നാർദ്ദത്തിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അത്ര അടിപൊളിയായിട്ടുള്ള നമ്മളെ തന്നെയാണ് ഗൈസ്. നമ്മളെ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. വൈബ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ആണെങ്കിൽ നമുക്കിതാ ഈ ഒരു ഇലയിലെ ചെടികൾ ഫുള്ള് ഇങ്ങനത്തെ ചെറിയ ചെറിയ മരങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതല്ലാതെ നമുക്ക് അധികമൊന്നും കാണാൻ പറ്റൂല. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. നമ്മള് പാറന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഗൈസ്. ഒരുപാട് കാഴ്ചകളുണ്ടാവും. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകും. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. രാമക്കല്ല് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മലയിൽ ഒരുപാട് യാത്രക്കാർ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിൽ രാമക്കല്ല്. അതായത് സൂസൈഡ് പോയിന്റ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാണുന്നതാണ് സൂസൈഡ് പോയിന്റ്. ഇവിടെ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാർക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഡേഞ്ചർ ഏരിയ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഏരിയയാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു പാറ കാണുമ്പോൾ നല്ലൊരു വൈബാണ്. 3600 ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിടിക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ കാറ്റിന് ഡയറക്ഷൻ ഇല്ല. ഇവിടെ നമ്മുടെ 5 പേര് ഒരുമിച്ച് താഴെ അതുപോലെ കാറ്റിടിക്കുന്ന സ്ഥലമാണ്. PSL ക്വസ്റ്റ്യനുള്ളതാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിടിക്കുന്ന സ്ഥലം രാമക്കൽമേട് കേട്ടോ. ഇനി താഴെ കാണുന്നുണ്ട് ആ ബ്രൗൺ കളർ കിടക്കുന്നുണ്ടോ? വേണ്ടി നില ഒരുക്കിയിട്ടേക്കുന്നതാണ്. ലൈറ്റ് ഗ്രീൻ കണ്ടോ? പച്ച കിടക്കുന്നത് അതൊക്കെ കൃഷിക്ക് വേണ്ടി പച്ചക്കറികളാണ്. ഏറ്റവും കൂടുതൽ പച്ചക്കറി വീടാണ്. ഏകദേശം ഒരു 90% കാണാൻ പറ്റും. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നോക്കിയാൽ ബുഷേരി പോലെ നിൽക്കുന്നുണ്ട്. ബുഷേരി പോലെ ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കന്നിമാസം മലയാളത്തിലെ കന്നിമാസത്തിൽ 5 ശനിയാഴ്ച ദിവസം മാത്രമേ ആ അമ്പലം തുറക്കത്തുള്ളൂ. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ അനന്തശയനമാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിക്കപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പലം തുറക്കുന്നത് കന്നിമാസത്തിലെ 5 ശനിയാഴ്ച എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിൽ അവിടെ കണ്ടു ഷീറ്റ് ഇട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. അതൊരു അമ്പലത്തിലേക്ക് കാൽനടയായിട്ട് കയറി വന്നു. കാൽനടയായിട്ട് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടേക്കും കയറി, ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ കാണുന്ന കല്ല് കണ്ടോ? അവിടെ വഴി തീരുവാണ്. ഇനി കാണുന്ന കല്ല് കണ്ടോ? ഈ കല്ലിന്റെ പേരോട് അറിയപ്പെടുന്നത് രാമക്കല്ല്. വനവാസകാലത്ത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രാമൻ ഇവിടെ വന്നു ഇവിടെ നിന്നാണ് ലങ്കയിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. ഈ താഴെ കാണുന്ന കടലായിരുന്നു, കരയായതെന്നാണ് പറയപ്പെടുന്നത്. ഇത് 10-16 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് പോയിന്റ് ഇവിടെ രണ്ടാമത്തെ ലെയറാണ്. 10-16 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നടന്നതാണ്. പിന്നെ ഈ കാണുന്ന കല്ല് കണ്ടോ? ഈ കല്ലിന്റെ പേരോട് അറിയപ്പെടുന്നത് രാമക്കല്ല്. വനവാസകാലത്ത് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രാമൻ ഇവിടെ വന്നു ഇവിടെ നിന്നാണ് ലങ്കയിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. കടലായിരുന്നു പറയപ്പെടുന്നത്. പിന്നെ 10-16 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സൂയിസൈഡ് പോയിന്റ് ഇവിടെ രണ്ടാമത്തെ ലെയർ 10-16 പേര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ടൊരു 2 കപ്പിൾസ് കയ്യെ ഷോൾ കിട്ടി അവിടെ നിന്ന് ചാടി മരിക്കുമായിരുന്നു കേട്ടോ. ആ കല്ല് നിൽക്കുന്നത് 2000 ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചരിത്രങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് വീഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. അത് സൂസൈഡ് പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം കേട്ടത് കരുതുന്നു. അപ്പം ഞാനും 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൂസൈഡ് പോയിന്റ്, അതായത് രാമക്കല്ലിൻ്റെ രണ്ടാമത്തെ ആ ഒരു ഭാഗത്തായിട്ടാണ് സൂസൈഡ് പോയിന്റ്. അവിടെ ഒരുപാട് പേര് നിലവിൽ മരിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ലാസ്റ്റ് 2 കപ്പിൾസ് ഷാള് കയ്യിലൊക്കെ കുരുക്കി മരിച്ചു എന്നൊക്കെയാണ് അത് നമ്മളോട് പറഞ്ഞത്. പിന്നെ അവിടെ സീതാദേവിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കഥകൾ, ചെറിയ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഏരിയ, അതായത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ചെന്നാൽ.
അപ്പോൾ ഇനി ഈ ഒരു മലയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, രാമക്കല്ലിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു കിട്ടിലെ വീഡിയോ ആണ് അടുത്തതായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അപ്പം അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ പോകുന്ന എല്ലാവർക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയട്ടെ. നിങ്ങൾ എന്തായാലും ഇവിടെയൊക്കെ പോകണം, കിട്ടലേനാണ്. സോ അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഒരു മലയും കാര്യങ്ങളൊക്കെ കണ്ട് 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ചു. ഓക്കെ, നമ്മൾ നേരെ തിരിച്ചു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നേരെ പോയത് റിസോർട്ടിലേക്കാണ്. ഓക്കെ, നമ്മൾ റിസോർട്ടിൻ്റെ ചെറിയൊരു വ്യൂവും കാര്യങ്ങളും ഞാൻ ഇതിൽ എന്തായാലും കറക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, റിസോർട്ട് ജസ്റ്റ് ഞാൻ പോകുന്ന സമയത്ത് തന്നെ അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് റിസോർട്ടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിസോർട്ടിലൊക്കെ നിൽക്കാം. റിസോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ രാമക്കല്ല് പോകുന്നു. ആ ഒരു യാത്രയുടെ കംപ്ലീറ്റ് വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. Subscribe now and press the bell icon. Never miss an update.